ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി, മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എൻ്റെ ഏറ്റവും സ്നേഹമുള്ള ഉദ്യോഗസ്ഥരെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സിനിമാ മേഖലയിലെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, സമയത്തിൻ്റെ പരിമിതി മൂലം ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. സ്വാഗത ആശംസിക്കണം എന്നുള്ള എൻ്റെ കടമ അതിലേക്ക് നേരെ കിടക്കുകയാണ്. ഈ യോഗത്തിൽ ഉദ്ഘാടനമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ജില്ലാ പോലീസ് മേധാവി അവരുടെ ഡോക്ടർ വൈഭവ് സക്സേന അവരുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ADSP ജിക്സൺ മാർക്കസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന അബ്ദുൾ റഹീം സാറ് DSP DCRP സാറ് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ സന്നിഹിതനായിരിക്കുന്ന പുഷ്പാഞ്ജലി DSP VS നവാസ് സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സിനിമാ നടൻ ശ്രീ ആസിഫ് അലി അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കോട്ടയം നസീർ അവരുടെ സ്വാഗതം ചെയ്യുന്നു. ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ജിസ്തോയി അവരുടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സിനിമയുടെ പ്രൊഡ്യൂസർ അരുൺ നാരായണൻ അവരുടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ യോഗത്തില് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ ശരത്താണ് തിരക്കഥ എഴുതി ഈ പടം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ശരത്തിനെയും ഉൾപ്പെടെ ഈ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ശ്രീ ശരത്തിനെ ഈ യോഗത്തിലേക്ക് കാരണമായി സ്വാഗതം ചെയ്യുന്നു. നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിയായ ഡോക്ടർ വൈഭവ് സക്സേന IPS സാർ അവരുകളാണ്. സാറിന് ഏറ്റവും ആദരവോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായിട്ട് ക്ഷണിക്കുകയാണ്. I will not take much time. I will slightly short, but this is a very, very good movie. Actually, the reviews which I have gotten, so I firstly like to wish my heartiest best of wishes to the entire team of Talaivan, and one big round of applause. Whenever I used to see a police movie, I would always feel that there is something which is deficit. Because when you are in the police department and when you are seeing a police movie, right from the uniform to anything else, something is missing. But whenever I see any movie, any police movie particularly which has been based in Kerala, it is very difficult to find even a single fault. They do such good research, and of course, right from dialogue delivery to the acting to direction, I mean, everything is so perfect that we feel that it is like our own life, which we are portraying. So that is like one of the, and of course the cast is very good. C.V. Thomas was with me previously, and Asif's movies I have seen previously also, and I wish him all the best. The entire team, they have done a wonderful work, and particularly my guy Sharat, he is outstanding. So again, wish him all the best, and for organizing this function, I wish all my congratulations to Kerala Police Association and officers. Thank you. ഇറങ്ങിയിട്ടില്ല. 1986-87 ആ കാലഘട്ടത്തിൽ നടപടിക്കാർ കണ്ടപ്പോൾ തുടങ്ങിയ ആവേശം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അതിനുശേഷം എത്രയോ സൂപ്പർ ഹിറ്റ് സിനിമകൾ നമ്മൾ കണ്ടു. രാജാവിൻ്റെ മകൻ മുതൽ സംഘം മുതൽ അങ്ങനെ 100 സിനിമകൾ. അപ്പോൾ ആ ആവേശം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഈ പരിപാടി പെട്ടെന്ന് വെച്ചപ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു. എന്തായാലും ധാരാളം പോലീസ് കഥകൾ നമ്മളെയൊക്കെ സ്വാധീനിച്ച ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ആ കാലത്തെ കമ്മീഷണറും സംഘവും സംഘമല്ല ഇൻസ്പെക്ടർ വേണം അങ്ങനെ നിരവധി സിനിമകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ആ അന്നത്തെ കാലഘട്ടത്തിൽ സിനിമ ധാരാളം മാറിയിരിക്കുന്നു. പോലീസ് നായകന്മാരും ഒക്കെ വലിയ രൂപമാറ്റവും ഒക്കെ മാറി. സിനിമയുടെ ഘടനയിലെല്ലാം വലിയ മാറ്റം ആ കാലത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോലീസ് കഥകളുടെ പ്രിയം ഒരിക്കലും നശിച്ചിട്ടില്ല. ഇപ്പോഴും സിനിമകൾ ധാരാളം സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ സ്കോഡിൻ്റെ കാര്യം നമുക്കറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ തലവൻ, അങ്ങനെ ഏത് സിനിമകൾ വന്നാലും പോലീസ് കഥകൾക്ക് പ്രത്യേക ഒരു ഉണർവുണ്ട്. നായാട്ടൊക്കെ സൂപ്പർ ഹിറ്റ് ദേശീയ അവാർഡ് വരെ നേടിയ കഥയൊക്കെ നമുക്കറിയാം. നായാട്ടം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എഴുതിയ ഷാക്കി കപൂർ എന്ന് പറയുന്ന നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, കോട്ടയം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എഴുതി ദേശീയ അവാർഡ് വരെ നേടാനിടയായി. ശരത്തും ആ ഒരു പാതയിലോട്ട് വരട്ടെ എന്ന് ഞാൻ ഇതിനിടയിൽ പ്രത്യേകം ആശംസിക്കുന്നു.
ശരത്തിൻ്റെ തുടക്കമാണ് ശരത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ഒരു ഞാൻ DCV DPSP ആയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ DCV DPSPയുടെ ഓഫീസിൽ നേരത്തെ വർക്ക് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ശരത്ത്. അപ്പോൾ ശരത്ത് ഇങ്ങനെ തിരക്കഥ എഴുതുന്ന ആളാണ്. തലവെന്ന് പറഞ്ഞാൽ സിനിമ വരുന്നത് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ താല്പര്യത്തോടെ ചോദിക്കുകയുണ്ടായി ആരൊക്കെയാണ് സ്റ്റാറിംഗ് എന്ന് ചോദിച്ചപ്പോൾ ബിജു മേനോനും ആസിഫ് അലിയും ഉണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി. അതിന് ശേഷമാണ് ശരത്ത് കഴിഞ്ഞ ദിവസം സിനിമ റിലീസിന് മുമ്പാണ് വന്ന് കണ്ടത്. അപ്പം ഞാൻ DPCയുടെ അടുത്ത് നേരിട്ട് പോയി വിളിച്ചുകൊണ്ട് പോയി. ശരത്തിനൊരു മടിയായിരുന്നു, വേണോടെ ഞാൻ പരിചയപ്പെട്ടു വിളിച്ചുകൊണ്ട് പോയി. വളരെ സിമ്പിളാണ് ശരത്ത്, ഒരു പബ്ലിസിറ്റി എടുക്കാനും ശരത്തിന് വലിയ വശമില്ല. അപ്പം അതൊക്കെ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ ഇങ്ങനെ അതിൻ്റെ ട്രെയിലറെ കാണിച്ചു കൊടുത്ത് സാറപ്പം തന്നെ സിനിമ സൂപ്പറേറ്റ് ആവുമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുന്നത് 2 മുമ്പ് ആ സംഭവം. അപ്പോൾ ശരത്ത് അങ്ങനെ ആ രീതിയിലോട്ട് വരുന്ന കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനും പറഞ്ഞു എനിക്കും പറ്റിയെങ്കിലെന്ന് എഴുതണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളാണെന്നൊക്കെ ശരത്തിനോടെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുന്നത്. എന്തായാലും ഈ സംവിധായകന് 2 സിനിമകൾ വിജയ സൂപ്പറും പൗർണമിയും പിന്നെ സൺഡേ ഹോളിഡേ 2 ആസിഫ് അലി ആ സിനിമയെ ഞാൻ ഓർക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഇപ്പോഴും ആ സിനിമ കൊണ്ട് വന്നാൽ പിന്നീട് TV-യിൽ ആവേശമായിട്ട് കാണുന്ന നല്ല 2 കുടുംബത്തിലാണ്. പക്ഷേ ഇത് ട്രാക്ക് മാറിയിട്ട് ഒരു ആക്ഷൻ മോഡിലുള്ള പോലീസ് സ്റ്റോറിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അത് 50 കോടിയിലേക്ക് 20 കോടിയിലധികം കളക്ട് ചെയ്തു. മൊത്തം അതിൻ്റെ ഓവർസീസും എല്ലാം കൂട്ടി വരുമ്പോൾ 50 കോടിയിലേക്ക് എത്തുമെന്നാണ് ശരത്ത് സൂചിപ്പിക്കുകയുണ്ടായത്. എന്തായാലും 100 കോടിയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പം ശരത്തിന് നല്ല നല്ല സംവിധായകരുടെ ചിത്രങ്ങൾ കിട്ടട്ടെ. ജിസ്ജോയി ഇത് മാത്രമല്ല, ഈ 2 സിനിമ ഇപ്പോൾ ഈ 3 സിനിമ മാത്രമല്ല, അദ്ദേഹം അല്ലാതെ തന്നെ നമുക്ക് സുപരിചിതനാണ്. ഞാൻ അതും ഒന്ന് പറയുകയായിരുന്നു. പുഷ്പ എന്ന സിനിമ നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. അതിലെ അല്ലു അർജുൻ്റെ ശബ്ദം കൊണ്ടിരിക്കുന്നത് ജിസ്ജോയാണ്. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെട്ടുള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ഓർമ്മയില്ലെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും ഈ പുഷ്പയുടെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ശബ്ദം വീണ്ടും നമുക്ക് കേൾക്കാൻ ഒരു സംവിധായക ജോലിയുടെ ഇടയിൽ ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയായിട്ടുള്ള പറഞ്ഞാലും തീരില്ല അതുപോലെ വിശേഷങ്ങളുണ്ട്. കണക്റ്റഡാണ് ഈ ഫീൽഡുമായിട്ട്. എനിക്ക് പക്ഷേ താരങ്ങളെയോ അല്ലെങ്കിൽ മേഖലയുള്ള ആരും തന്നെ അറിയില്ല. ഇപ്പം തന്നെ ആസിഫ് അലി നാട്ടുകാരനാണ്, ഇപ്പോൾ തന്നെയാണ് പരിചയപ്പെടുന്നത്. എന്തായാലും ഈ സിനിമ ഒരു വൻവിജയമായിട്ട് 100 ദിവസം ആഘോഷിക്കട്ടെ. അന്നേരം നമുക്ക് ഇതുപോലെ ആഘോഷം വയ്ക്കാം. എന്തായാലും ശരത്തിനും ബാക്കി ഇതിലെ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഒരു സിനിമയായിട്ട് അത് മാറി. മത്സരിച്ച് അഭിനയിക്കാറുണ്ട് അവർ 2 പേരും. പക്ഷെ അതിനകത്ത് എനിക്കുള്ളത് ഒരു പെണ്ണിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോരായ്മ എന്നത് ഒരു പെൺ ക്യാരക്ടർ കൂടി അതിന് അടുത്ത പാട്ടെടുക്കാൻ വേണ്ടിയിട്ടാണിത്. അത് പാട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. കാരണം സെക്കൻഡ് പാർട്ട് തന്നെ എന്തായാലും വരും, അത് യാതൊരു സംശയമില്ല. എന്തായാലും വളരെ നല്ല സിനിമ. അഭിനയിക്കുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിൽ അഭിനയിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു വിജയമായിട്ട് നടന്ന അതാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ശരത്ത് കൂടുതൽ ഇനിയും കഥയും തിരക്കഥയും എഴുതി കൂടുതൽ നല്ല രീതിയിലേക്ക് പോകട്ടെ. വളരെ എന്തായാലും ശരത്തിന് എല്ലാ അഭിനന്ദനങ്ങളും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നതിനായി നമുക്ക് മലയാള സിനിമയിലെ ഏറ്റവും യുവതാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ഈ മുൻകാലങ്ങളിൽ മലയാളക്കരയ്ക്ക് മികവുറ്റതാക്കി സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് അലി സാറിനെ ഈ ചടങ്ങിലേക്ക് എല്ലാവരുടെയും പേരിൽ ആദ്യമായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ശരത്തിനൊരു വലിയ നന്ദി പറയുന്നു, ഇങ്ങനൊരു വേദിയിലേക്ക് ഞങ്ങളെ എത്തിച്ചത്. ശരത്തിനൊരു നന്ദി പറയുന്നതിന്റെ കൂട്ടത്തിൽ ശരത്തിന് വേണ്ടിയും ഒരു നന്ദി പറയുന്നു. കാര്യം ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് ഞങ്ങളിലേക്ക് എത്തി. ഈ പ്രത്യേകിച്ച് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ശരത്തിന് ഒരുപാട് സമയം ഞങ്ങളുടെ കൂടെ പങ്കുവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ആക്ടേഴ്സ് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ലൊക്കേഷനിൽ വരണം എന്നുള്ളത്. അപ്പൊ അതിന് സൗകര്യം ചെയ്തു കൊടുത്ത ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും ശരത്തിന്റെ പേരിൽ ഞാനൊരു നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്ന് താഴെ വൈഭവ് സാറിന്റെ റൂമിലിരിക്കുമ്പോൾ സാറ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഞങ്ങളോട് പങ്കുവച്ചു. മലയാള സിനിമയിൽ കാണിക്കുന്ന പോലീസ് വേഷങ്ങൾ എപ്പോഴും ജെന്യുവിൻ ആണ്, എപ്പോഴും ഒറിജിനൽ ആണ് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചതിനെ പറ്റി പറഞ്ഞത് ഒരുപാട് സന്തോഷം തന്നൊരു കാര്യമാണ്. കാര്യം ഒരു സമയം വരെ പോലീസ് വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയും പേടിയുമായിരുന്നു. ഞാൻ കണ്ട് ശീലിച്ച സിനിമയിലെ പോലീസുകാർ എപ്പോഴും ഭയങ്കര മസിലുള്ള 6 അടി പൊക്കമുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള പോലീസുകാരായിരുന്നു. പക്ഷെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു പോലീസുകാരനെ കണ്ടിട്ടില്ല. യൂണിഫോം മാറ്റി കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരെ പോലെ തോന്നുന്ന സാധാരണക്കാർ
പോലെ ഇടപെടുന്ന പോലീസുകാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പോലീസുകാരന് ഒരു പോലീസ് ഓഫീസറിന് ചെയ്യാനുള്ള ധൈര്യം എനിക്ക് തന്നത് കുറ്റവും ശിക്ഷയും എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ CP സാറാണ്. CP സാർ ഇപ്പോൾ DYSP ആണ്. സാറിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരനും പോലീസിനെ പോലെ അല്ലെങ്കിൽ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത്. പിന്നെ ഇതിനു മുന്നേ സംസാരിച്ചതുപോലെ ഈ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് നമ്മൾ പണ്ടൊരു സിനിമയിൽ പറഞ്ഞ ഒരുപാട് കലാകാരന്മാർ കാക്കികളുണ്ട്. ഈ ഒരു യൂണിഫോമിലേക്ക് എത്തിയിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിൽ എത്തിയിരുന്നതുകൊണ്ടോ മനസ്സിൽ ആഗ്രഹങ്ങളൊന്നും മാറ്റിവെക്കാതെ ഇപ്പോഴും സിനിമയിൽ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ അവസരങ്ങൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ സിനിമയിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ച ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഇന്ന് ഫോഴ്സിലുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു മുന്നോട്ടുള്ള ഒരു പ്രചോദനമായി ശരത്ത് മാറട്ടെ. ശരത്തിനും ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വല്ലാത്തൊരു ദൈവാനുഗ്രഹം ഈ സിനിമയുടെ പൂജ മുതൽ ഇതുവരെ എത്തി നിൽക്കുന്ന ഏറ്റവും അടുത്തു നിന്ന് ഏറ്റവും കൗതുകത്തോടെയും അത്ഭുതത്തോടെയും ആദരവോടെയും സ്നേഹത്തോടെയും രാജ്യത്തോടുകൂടെയും കണ്ടും കാണുന്ന ഒരാളാണ് സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. കാരണം ഇത്രയും വലിയ ഒരു സ്ഥലത്ത് ആലുവ റൂറൽ SP-യുടെ ഓഫീസിൽ കാര്യാലയത്തിൽ ഇത്രയും പേര് പല തിരക്കിലുള്ള ആൾക്കാർ, ഏറ്റവും തിരക്കുള്ള വിഭാഗമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഒന്നിച്ചു കൂടുക. അതൊരു ദൈവാനുഗ്രഹമാണ്, ഒരു സ്നേഹത്തെ പ്രതിയാണ്, ഒരു സഹപ്രവർത്തകനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നന്ദി പറയുന്നത് അറിയില്ലെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പങ്കിട്ട ഈ മധുരം തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ധാരാളം കഥകൾ പോലീസിൽ നിന്ന് വരാറുണ്ട്. പോലീസിനെ ഇടിക്കുന്നതും തൊഴിക്കുന്നതും മാത്രമല്ലാതെ പോലീസിന്റെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള വലിയൊരു വശം സിനിമ ഇനിയും എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലബ് എഫ്എമ്മിന്റെ ഒരു ഇന്റർവ്യൂവിലും അത് പറയുകയുണ്ടായി. അപ്പോൾ അത്തരം കഥകളും കൂടെ ധാരാളം നമ്മുടെ ഇടയിൽ ഉണ്ടാവട്ടെ. ധാരാളം മനുഷ്യരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. എന്നെ കഥകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള രണ്ടുപേരാണ് ശരത്തും ആനന്ദും. ഈ കഥ മാത്രമല്ല ധാരാളം നല്ല കഥകൾ അവരുണ്ട്. ആ കഥകളൊക്കെ പ്രൊഡക്റ്റീവായിട്ട് പുറത്തു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് കൂടെ ഈ സമയത്ത് ആശംസിക്കുക. ഒരിക്കൽ കൂടെ എല്ലാവരോടും സ്നേഹം നൽകുന്ന നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഈ നടന്ന സിനിമയുടെ ശ്രദ്ധേയമായ റോള് കൈകാര്യം ചെയ്യുന്നത് ഇതിനു മുമ്പും എല്ലാവർക്കും നമസ്കാരം. കുറച്ച് പേര് ആസിഫിന്റെ പുറകെയും കുറച്ച് പേര് കേക്കിന്റെ പുറകെയും പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആളുകളിലൂടെ ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ. അതിലുപരി അതിൽ ചെയ്തൊരു കഥാപാത്രം എല്ലാവരും സ്വീകരിച്ചതിൽ ഒത്തിരി സന്തോഷം. ഈ തമാശ വേഷങ്ങൾ ചെയ്തു വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ സീരിയസ് വേഷങ്ങളിലേക്ക് മാറാനും ആ സീരിയസ് വേഷം കുറച്ച് നന്നായിട്ട് ജനങ്ങൾ അംഗീകരിക്കപ്പെടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്തായാലും അത് ജനങ്ങൾ സ്വീകരിച്ച് ഒരുപാട് സന്തോഷം. ഞാൻ മിമിക്രിയിൽ വന്ന കാലം മുതൽ ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തൊക്കെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പോലീസുകാരെ ഒരുപാട് സ്കിറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ആക്ഷേപഹാസ്യത്തിൻ്റെ മേഖലയൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ശാപമാണെന്നറിയില്ല. സിനിമയിൽ വന്ന മുതൽ ഈ തലവൻ വരെ പോലീസ് യൂണിഫോമിൽ ഞാനിപ്പോൾ 35ഓളം വേഷമുണ്ട്. അപ്പോൾ അതൊരു സന്തോഷകരമായ കാര്യമാണ്. കാരണം എന്താ പറയുക, നമുക്കത് ഇണങ്ങുന്നത് കൊണ്ടായിരിക്കുമല്ലോ വീണ്ടും നമ്മളെ തേടി അത് വരുന്നത്. അപ്പോൾ പലരും പറഞ്ഞു, നീ ഒന്ന് ശ്രമിച്ചാൽ എനിക്ക് ചിലപ്പോൾ പോലീസിന് എന്തെങ്കിലും ഒരു പദവി കിട്ടുമെന്ന്. ഈ കഴിഞ്ഞ പടത്തിൽ ഞാൻ DYSP വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ എനിക്ക് പറ്റുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഞാൻ ഏതെങ്കിലും കല്യാണ ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിടും. അവിടെ ചെല്ലുമ്പോൾ മിക്കപ്പോഴും ഒന്നിൽ നമ്മുടെ സെക്യൂരിറ്റി കോഴ്സോ അല്ലെങ്കിൽ ഭക്ഷണം വരുന്ന ക്യാറ്ററിംഗോ അവിടെ എൻ്റെ ഡ്രസ്സായിട്ട് സ്വാമിയായിരിക്കും. ഇത് ഞങ്ങൾ ഏതാണ് തിരിച്ചറിയാതെ എൻ്റെ അടുത്ത് പലരും ഓർഡർ എടുത്തു. അപ്പോൾ കുറച്ച് അറിയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അറിയുന്ന ആളാണെന്ന് പറഞ്ഞു.
തെറ്റിയിട്ടില്ല, വന്നപ്പോഴാണ്. അപ്പൊ അത് ഞാൻ മാച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. ഇന്ന് ഈ നിമിഷത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ശരത്തായിരിക്കും. കാരണം ഈ സിനിമ ഇറങ്ങി വലിയ വിജയമായി അദ്ദേഹത്തിന് അംഗീകാരങ്ങളൊക്കെ കിട്ടിയെങ്കിൽ പോലും ഈ സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. അതിൻ്റെ ഒരു മധുരം വലുതാണ്. അതിന് ശരത്ത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് ശരത്തിൻ്റെ ഓരോ ചലനങ്ങളിലും കാണാം. കാരണം ഇങ്ങനെ ഒരു സിനിമ, ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അതിമനോഹരമായിട്ട് എഴുതി പിടിപ്പിച്ച ശരത്തിൻ്റെ കൈ ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടാനോടെ സാറിനോട് കേട്ട് കുറിച്ച് കൊടുക്കുന്നു. ഒരുപാട് സന്തോഷം. ജിസ്ജോയി, അരുൺ നാരായണനും അതുപോലെ തന്നെ ബിജു ആസിഫ് തുടങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ സിനിമ കണ്ട് വിജയിപ്പിച്ച എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും എൻ്റെ ഹൃദയത്തിലെ ഭാഷകൾ നിലനിർത്തുന്നു. താങ്ക് യു സർ. പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊന്നു എല്ലാവരോടും ഈ ഇത്രയും തിരക്കുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തിരക്കുകളുള്ള ആൾക്കാരാണ് നിങ്ങളെന്നറിയാം. അതിനിടയിൽ സമയം കണ്ടെത്തുകയും ഞങ്ങൾക്കിവിടെ വരാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തിട്ടുള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ശരത്തിന് നൽകുന്ന പ്രോത്സാഹനം, സിനിമയ്ക്കുള്ളിൽ ഒരുപാട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരുണ്ട്. നേരത്തെ പറഞ്ഞ നായാട്ടിന്റെ റൈറ്റർ ഷാഹിയുണ്ട്. ഷാഹിയുടെ വളരെ അടുത്ത സുഹൃത്താണ്. ഒരുപാട് പേര് സിനിമയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുള്ള, കാരണം ശരത്ത് ചെയ്യേണ്ട ജോലികൾ പലപ്പോഴും നിങ്ങൾ എല്ലാവരും ശരത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട്. അപ്പോൾ എല്ലാവരോടും അതിനുള്ള നന്ദി അറിയിക്കുന്നു. ശരത്തും ആനന്ദും രണ്ടുപേരും ചേർന്നാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ലൂപ്പ് ബോർഡുകളെല്ലാം സിനിമ കണ്ട എല്ലാവരും പറഞ്ഞത് ആർക്കും ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വാട്ട് ഇസ് നെക്സ്റ്റ് സാർ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെ നിന്ന് എല്ലാ ലൂപ്പ് ബോർഡ്സും മനസ്സിലാക്കുന്നതുകൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും സിനിമ വലിയൊരു വിജയമായതിനും ആ എഴുത്തുകാരുടെ അത് അവിടെയാണ് തുടങ്ങുന്നത്. സിനിമ ഞാൻ എപ്പോഴും പറയും, സിനിമ നന്നാവണമെങ്കിൽ പേപ്പറിലുള്ള കാര്യം നന്നാവണം. അതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അത് ഏറ്റവും നന്നായതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും നിറഞ്ഞ ചിരിയോടെ നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നത്.